നിങ്ങൾക്കിതിന് മുമ്പ് ബ്രേക്കപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കറക്റ്റിന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ മണിക്കൂറുകളെടുത്ത് ആളുകൾ വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്നൊരു വിഷയം, സെക്കൻഡുകൾക്കുള്ളിൽ സ്പീക്കീസിയുടെ ഒരു കിഡിലൻ കോഡ് ഏതാ? ബ്രേക്കപ്പ് ടെക്നിക്ക് എന്നാണ് കോഡിൻ്റെ പേര്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ ഇത് മറക്കില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രേക്കപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഹാഡ് എവിടെയാണ് യൂസ് ചെയ്യുക. ഇതിന് സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ പാസ്റ്റ്, പെർഫെക്റ്റ് എന്നൊക്കെ പറയും. നിങ്ങളതൊക്കെ ഉണ്ട് മറന്നേക്കാം. നമുക്ക് ഇന്ന് ഓർക്കേണ്ടത് ബ്രേക്കപ്പ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള രസകരമായിട്ടുള്ള കഥ പറയാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനെ നമുക്ക് ശശി എന്ന് വിളിക്കാം. ഈ ശശിയുടെ ആദ്യത്തെ ലവറായിരുന്നു ഇദ്ദേഹം, ഫസ്റ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റിയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഫസ്റ്റിയായിട്ട് ബ്രേക്കപ്പായി. അങ്ങനെ ഇപ്പം ശശി മാരി ചെയ്തിരിക്കുന്നത് ഇയാളെയാണ്. ഇയാളുടെ പേര് നമുക്ക് സെക്കൻഡി എന്ന് വിളിക്കാം. കഥ മനസ്സിലായോ? അപ്പോൾ ശശിക്ക് 2 ലവേഴ്സ് ഉണ്ട്. ഫസ്റ്റിൻ്റെ പേര് ഫസ്റ്റി, ദിസ് ഈസ് സെക്കൻഡി. അപ്പോൾ ശശിക്ക് ഒരാളോട് പറയണം, ഞാൻ സെക്കൻഡിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഫസ്റ്റിയെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, 2 പാസ്റ്റുകൾ, 2 പഴയ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയണം. ഒന്ന് സെക്കൻഡിയെ കല്യാണം കഴിച്ചു എന്നുള്ളതും 2 ഫസ്റ്റിയെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും. അപ്പം ഇങ്ങനെ 2 പാസ്റ്റുകൾ ഒരുമിച്ച് വരുമ്പം അതിൽ പഴക്കം കൂടിയ പാസ്റ്റ് ഉണ്ടല്ലോ, ആദ്യം നടന്ന കാര്യം, അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഹാഡ് എന്ന് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബ്രേക്കപ്പ്, നമ്മുടെ ഈ എക്സാമ്പിളാണെങ്കിൽ ബ്രേക്കപ്പ് ആയ കാര്യം, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ബ്രേക്കപ്പ് ടെക്നിക്ക് എന്ന് വിട്ടത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഓർമ്മ വരും. അപ്പോൾ ശശി ഇങ്ങനെ പറയും, ശശി ഹാഡ് ലവ്ഡ് ഫസ്റ്റി. ശശി ഹാഡ് ലവ്ഡ് ഫസ്റ്റി. ശശി ഫസ്റ്റിയെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഫോർ ഹി മാരീഡ് സെക്കൻഡി. അദ്ദേഹം സെക്കൻഡിയെ മാരി ചെയ്യുന്നതിന് മുമ്പ്. കണ്ടോ, ഈ ഫസ്റ്റ് വെച്ച് നമ്മൾ പറയുന്ന വിഷയമാണ് നമ്മൾ ഹാഡിൽ പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് സാംസങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ വിഷയം ഏതാ? സാംസങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കത് ഹാഡ് വെച്ച് പറയണം, ഐ ഹാഡ് യൂസ് സാംസങ് ബിഫോർ ഐ ബോട്ട് ഐഫോൺ. ഐഫോൺ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ സാംസങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 പാസ്റ്റുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് അതിലെ ബ്രേക്കപ്പ് ഏതാ നോക്കുക, ആദ്യം നടന്ന കാര്യം ഏതാ നോക്കുക. അത് നിങ്ങൾ കണ്ണു പൂട്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുക? ആഡ് വെച്ചാണ് യൂസ് ചെയ്യുക. പിന്നെ ഒന്നും ആലോചിക്കാനില്ല, ജന്മത്തിൽ നിങ്ങൾ ഈ വിഷയം മറക്കും ചെയ്യില്ല. ഗോട്ട് ഐഡിയ? യെസ്. Speakeasy English Academy, your language expert.